ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം. 2023 മുതൽക്കുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുകയാണ്. സ്ഥലങ്ങൾ, വാഹനങ്ങൾ, പണമിടപാടുകൾ എന്നിവയും പരിശോധിക്കും. ലക്ഷങ്ങളുടെ ഇടപാടാണ് അക്കൗണ്ടിൽ കണ്ടെത്തിയത്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഒരുപാട് വിവരങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഡിഐജി വിനോദ് കുമാറിനെതിരെ അന്വേഷണം എന്നതിലേക്കാണോ? വലിയ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും വലിയൊരു നടപടിയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം വലിയ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് വിജിലൻസ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 2022-23 കാലയളവ് മുതൽക്ക് ഇങ്ങോട്ടേക്ക് നിരന്തരമായി കൈക്കൂലി വാങ്ങിയതിനുള്ള തെളിവുകളുണ്ട്. അത് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയതിന് തെളിവുകളുണ്ട്. ലക്ഷങ്ങൾ വിനോദ് കുമാറിന്റെയും ഭാര്യയുടെയും മറ്റു ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിൽ എത്തിയതിനുള്ള തെളിവുകളുണ്ട്. അതായത് ഈ TP വധക്കേസ് പ്രതികൾക്കടക്കം സഹായം ചെയ്ത് നൽകി അവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. അതിൽ കൊടിസുനിയുടെ ബന്ധുവിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അണ്ണൻ സിജിത്തിന്റെ ബന്ധുവിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായ കണ്ടെത്തലുകൾ കഴിഞ്ഞ കുറേ നാളുകളായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അതൊരു റിപ്പോർട്ടിന്റെ സ്വഭാവത്തിലേക്ക് വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് കേസെടുത്തത്. ഇനിയിപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കൂടി അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിൽ ഔദ്യോഗികമായി ബാങ്കുകൾക്ക് കത്തയക്കാനുള്ള നടപടികളിലേക്ക് കൂടിയാണ് വിജിലൻസ് കടക്കുന്നതെന്ന് അറിയുന്നു. ഒപ്പം തന്നെ ഈ പ്രതികളുമായിട്ടുള്ള ഫോൺ വിളി, അത് സ്വന്തം ഫോണിൽ നിന്ന് തന്നെയാണ് വിനോദ് കുമാർ വിളിക്കുന്നത് എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലായത്. പക്ഷേ സ്വന്തം ഫോൺ എന്ന് പറയുമ്പോൾ ഒന്നിലധികം നമ്പറുകൾ വിനോദ് കുമാറിന്റെ പേരിലുണ്ട്. ആ നമ്പറുകളുടെ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കുന്നതിന് വേണ്ടി, കോൾ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില ടെലികോം കമ്പനികൾക്ക് ഇതിനോടകം തന്നെ വിജിലൻസ് കത്ത് അയച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ വിവരങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാഥമിക റിപ്പോർട്ട് ഒരു ശുപാർശയോടുകൂടി സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശുപാർശയിൽ പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ജയിൽ ആസ്ഥാനത്തെ DIG എന്നുള്ള ചുമതലയിൽ നിന്ന് വിനോദ് കുമാറിനെ മാറ്റി നിർത്തണം. എന്നാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം നിലവിൽ ആഭ്യന്തര വകുപ്പിന് ഒരു ശുപാർശ നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കാരണം ഭാര്യയുടെ അക്കൗണ്ടിലടക്കം 1,80,000 രൂപ വന്നതായിട്ടും പിന്നീട് ഇയാളുമായി ബന്ധപ്പെട്ട വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട മറ്റൊരു അക്കൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 40 ലക്ഷത്തോളം രൂപ അനധികൃതമായി എത്തിയതായിട്ടുമുള്ള ചില കണ്ടെത്തലുകൾ വിജിലൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രഥമ ദൃഷ്ട്യാ വലിയ രീതിയിലുള്ള കൈക്കൂലി വാങ്ങലിലേക്ക് എത്തി എന്നുള്ള ഒരു കണ്ടെത്തലാണ് വിജിലൻസ് നടത്തിയത്. മാത്രമല്ല വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ വിനോദ് കുമാറിന് വേണ്ടി ഇടനില നിന്നിട്ട് പലരിൽ നിന്നും പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പരോൾ മാത്രമല്ല, ജയിലിനകത്ത് ചില സൗകര്യങ്ങൾ, അത് ഫോൺ സൗകര്യമുണ്ട്. ഒപ്പം തന്നെ ലഹരി കേസ് പ്രതികൾക്ക്, അതായത് മയക്കുമരുന്ന് കേസ് പ്രതികൾക്ക് ജയിലിലേക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ഈ സഹായം ചെയ്തു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല മറ്റ് DIGമാരെ, അതായത് മധ്യമേഖല DIG, ഉത്തരമേഖല DIG, ഇവരുടെയൊക്കെ ഒരു അധികാരപരിധിയുണ്ട്. ആ അധികാരപരിധിയൊക്കെ കടന്നുകൊണ്ട് ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് ഇവരെ ഒന്നും അറിയിക്കാതെ വളരെ രഹസ്യ സ്വഭാവത്തിൽ പല ജയിലുകളിലും ഇയാൾ രാത്രി കാലങ്ങളിൽ എത്തുന്നുണ്ട്, ചില പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ വിജിലൻസിന്റെ കയ്യിലുണ്ട്. അതായത് നടപടിയാണ് ഇനിയിപ്പോൾ വേണ്ടത്. അത് വൈകുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്മൃതി. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.